അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രം പൊന്മുടിയിലേക്കാണ്. കഴക്കൂട്ടത്തു നിന്നാണ് നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ രാവിലെ കഴക്കൂട്ടത്ത് ഒരു ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങിയത്. 60-ലധികം കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഇവിടുന്ന് പൊന്മുടിയിലെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 4 ബൈക്കിൽ 8 പേരാണ് യാത്രയ്ക്ക് ഉണ്ടായിരുന്നത്. ഞങ്ങളുടെ റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്തൻകോട്, നെടുമങ്ങാട്, വിതുര അങ്ങനെ പൊന്മുടിയിലോട്ടാണ്. കഴിഞ്ഞ ജനുവരിയിൽ ഞാനൊരു തവണ പൊന്മുടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തെ അപേക്ഷിച്ച് റോഡുകളൊക്കെ നന്നാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളി റോഡുകളാണ്. ഈ കാണുന്നതാണ് കല്ലാർ റിവർ. ഇവിടെ എത്തിയപ്പോഴേക്ക് നേരിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ കയറി നിന്നു. കാരണം ഞങ്ങളെ കൂടെയുള്ള കുറച്ച് പേരെ കയ്യിലൊന്നും കോട്ടില്ലായിരുന്നു. അന്വേഷിച്ചപ്പോൾ ഇനി വിതുര വരെ പോകേണ്ടി വരും കോട്ടൊക്കെ വാങ്ങാനെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും നനയാം, മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ നമ്മൾ യാത്ര തുടങ്ങി. അങ്ങനെ കുറച്ചങ്ങ് എത്തിയപ്പോൾ നമുക്ക് കല്ലാർ ടൗണിലെത്തി. അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു കടയിൽ കോട്ടൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞപ്പം കോട്ടില്ലാത്തവരൊക്കെ അവിടെ നിന്ന് കോട്ട് വാങ്ങി. പിന്നെ ഇവിടെ ഒരുപാട് ഹോട്ടലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടവർക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം. മുകളിലേക്ക് പോകും തോറും പിന്നെ ഹോട്ടലുകളൊക്കെ കുറവാണ്. സ്വന്തമായി വാഹനത്തിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, വിതുര ടൗൺ കഴിഞ്ഞാൽ പിന്നെ പെട്രോൾ പമ്പുകളില്ല. അതുകൊണ്ട് അവിടുന്ന് പെട്രോൾ അടിച്ച് കയറാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കുക. സ്വന്തമായി വാഹനം ഇല്ലാത്തവർക്കും പൊന്മുടിയിലേക്ക് വരാൻ പറ്റും. അതിന് തമ്പാനൂർ KSRTC സ്റ്റാൻഡിൽ നിന്ന് പൊന്മുടി ഹിൽ ടോപ്പ് വരെ സർവീസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, പൊന്മുടി ക്ലോസ് ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. കാരണം മഴയുള്ള സമയത്തൊക്കെ സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയിട്ട് പൊന്മുടി അടച്ചിടാറുണ്ട്. ഞങ്ങൾ പോകുന്നതിൻ്റെ തന്നെ 3 ദിവസം മുന്നെയാണ് പൊന്മുടി ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ചെക്ക് പോയിൻറ്റിലോട്ട് എത്തി. ഇവിടെ ചെക്കിംഗ് ഉണ്ട്. കൂടെ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 20 രൂപയും കുട്ടികൾക്ക് 10 രൂപ. പിന്നെ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീ ഉണ്ട്. ഇപ്പോൾ ബൈക്കിനൊക്കെ 10 രൂപ, ഓട്ടോറിക്ഷയ്ക്ക് 10 രൂപ, പിന്നെ കാറ് ബസ്സൊക്കെ 50 രൂപയാണെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഇവിടുന്ന് ചാർജ്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് സെക്കൻഡ് ചെക്കിംഗ് പോയിൻ്റ് ഉണ്ട്. അവിടെ നമ്മൾ എടുത്ത ടിക്കറ്റ് കാണിച്ചു കൊടുക്കണം, എന്നാലാണ് എൻട്രി ഉള്ളത്. ഇവിടെ വർക്കിംഗ് ടൈമായിട്ട് വരുന്നത് രാവിലെ 8 മുതൽ 5 വരെയാണ്. നമുക്ക് 22 ഹെയർ പിൻ വളകൾ കയറിയിട്ട് വേണം പൊന്മുടിയിൽ എത്താനായിട്ട്. അതൊക്കെ തന്നെയാണ് ഇങ്ങോട്ടുള്ള യാത്ര ഇത്ര ഹരമുള്ളതാക്കുന്നത്. ലാസ്റ്റ് ടൗണായ ആനപ്പാറയിൽ നിന്ന് ഏകദേശം 18 കിലോമീറ്ററാണ് പൊന്മുടിക്കുള്ളത്. പിന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ക്ലൈമറ്റ്, അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടേക്ക് വരാൻ പറ്റിയ സമയമായിട്ട് എല്ലാവരും പറയാറ്. പൊന്മുടി പരിസരത്ത് ഒരുപാട് സ്പോട്ടുകളുണ്ട്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി, അതുപോലെ എക്കോ പോയിൻ്റ്, ഗോൾഡൻ വാലി, ഡിയർ പാർക്ക്, പിന്നെ കല്ലാർ മീൻമുട്ടി വാട്ടർഫാള്. പിന്നെ പ്രത്യേക ട്രക്കിംഗ് പാക്കേജുകളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവരുടെ സൈറ്റിലോ അല്ലെങ്കിൽ അവരെ അന്വേഷിച്ച് കഴിഞ്ഞാലോ ഡീറ്റെയിൽസൊക്കെ കിട്ടും. മീൻമുട്ടി കഴിഞ്ഞാൽ പിന്നെ കാടും പിന്നെ മഴ കാരണമുള്ള ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, പിന്നെ കോടമഞ്ഞ്, പച്ചപ്പ്, പിന്നെ തേയിലത്തോട്ടങ്ങൾ. ഇതിനിടയ്ക്ക് ഒരുപാട് അടിപൊളി ഫ്രെയിമുകൾ വരുന്നുണ്ട്. അപ്പം പറ്റാവുന്ന സ്ഥലത്തൊക്കെ ഞങ്ങൾ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നുണ്ട്. തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള യാത്രയൊക്കെ നല്ലൊരു രസമുള്ള കാഴ്ചയാണ്. ഇവിടെ ഉണ്ടാക്കുന്ന തേയിലയുള്ള ചായപ്പൊടികളൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അവിടെ വിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരം സ്പോട്ടുകളിലൊക്കെ നിർത്തി ഫോട്ടോ എടുക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് നല്ല തെളിഞ്ഞ കാഴ്ചകൾ, പിന്നെ മൂടൽമഞ്ഞ്, ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന അന്തരീക്ഷമാണ്. അതുപോലെ ഇടയ്ക്ക് നേരിയ രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര നല്ല രസമുള്ള യാത്രയാണ്. ഒരുപാട് സ്ഥലത്ത് ആളുകൾ ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണുന്നത്. വീഡിയോയിലൂടെ ഇവിടുത്തെ ഫീലുകൾ എത്രത്തോളം നിങ്ങൾക്ക് കിട്ടുമെന്നറിയില്ല. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് പോകാൻ പറ്റിയൊരു സ്പോട്ടാണ് പൊന്മുടി.
ഈ ഒരു സമയത്തൊന്നുമല്ല, എല്ലാ സമയത്തും പൊന്മുടിയിലോട്ടുള്ള യാത്ര ഭയങ്കര രസമുള്ളതാണ്. പിന്നെ ഇതുപോലെയുള്ള ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. നമ്മൾ ഈ തണുപ്പത്ത് കട്ടൻ ചായ ഒക്കെ കുടിക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ആയിട്ട് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ കയറി വന്നപ്പം ഭയങ്കര കോടമഞ്ഞ് കാരണം പിന്നെ നമുക്കൊരു പരിധിക്കപ്പുറമുള്ള കാഴ്ചകളൊന്നും പിന്നെ കാണാൻ പറ്റാതെയായി. അപ്പോൾ പിന്നെ ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ടാണ് പിന്നെ യാത്ര. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ചെക്കിംഗ് പോയിന്റിലോട്ട് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ എടുത്ത ടിക്കറ്റൊക്കെ അവിടെ കാണിച്ചു കൊടുത്തിട്ട് നമുക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ ഫൈനലി നമ്മൾ പൊന്മുടി ഹിൽ ടോപ്പിലെത്തി. നല്ല ശക്തമായ മഞ്ഞാണ്. അപ്പോൾ കാഴ്ചകളൊക്കെ നമുക്ക് വളരെ പരിമിതമാണ്. പിന്നെ ഞായറാഴ്ച ആയത് കാരണം നല്ല തിരക്കുണ്ട്. അങ്ങനെ നമ്മൾ ബൈക്ക് പാർക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിംഗ് സ്പോട്ടിലോട്ടെത്തി. അവിടെയൊക്കെ ഫുള്ള് വണ്ടികളാണ്, നല്ല തിരക്കുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഫ്രഷായി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഫുഡോ എന്തെങ്കിലും കഴിച്ചിട്ടൊക്കെ പോകാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് താഴോട്ട് ഇറങ്ങിയാൽ നമുക്കിവിടെ ഒരു റെസ്റ്റ് റൂം സെറ്റപ്പ് ഉണ്ട്. അവിടെ നമുക്ക് വാഷ്റൂം അതുപോലെ തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അവിടെ എത്തി ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇവിടെ നമുക്ക് റെൻറ്റിന് സൈക്കിളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് പ്രോഡക്റ്റ്സ് വിൽക്കുന്ന കടകളൊക്കെ ഉണ്ട്. അങ്ങനെ നേരെ ഞങ്ങൾ ഹോട്ടലിലോട്ട് കയറി. അവിടെ ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല. അപ്പോൾ നമ്മൾ കട്ടൻ ചായയും പിന്നെ 2 ബ്രെഡ് ഓംലെറ്റൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും പിന്നെ അതുപോലെ തന്നെ സ്പോട്ടുകൾ കാണാനൊക്കെ വേണ്ടി ഇറങ്ങി. മൂടൽമഞ്ഞായത് കാരണം നമുക്ക് ഒന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല. മുന്നേ ജനുവരിയിൽ വന്ന സമയത്ത് നമുക്കെല്ലാം കാണാൻ പറ്റുന്നതായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ KSRTC തമ്പാനൂരിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത്. പൊന്മുടിയുടെ എൻട്രി ഗേറ്റിൽ ഒരു ബൈക്ക് റാലി നടക്കുന്നുണ്ട്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ നേതൃത്വത്തിൽ എന്തൊരു അവയർനെസ്സിൻ്റെ റാലിയാണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ഷൂട്ട് ചെയ്തു. ചുറ്റിലും കോടമഞ്ഞായത് കാരണം അധിക ദൂരക്കാഴ്ചകളൊന്നുമില്ല. അപ്പം കുറച്ച് സ്പോട്ടുകളിലൊക്കെ പോയി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഫോട്ടോ എടുക്കലും ഇതൊക്കെ തന്നെയാണ് കാര്യമായിട്ടുള്ള പരിപാടികൾ. അങ്ങനെ ജസ്റ്റ് ഒരു സ്പോട്ടിലോട്ട് ഞങ്ങൾ കയറി ചെന്നു. കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത ശേഷം പിന്നെ ഞങ്ങളെല്ലാവരും ഇരുന്ന് കുറേ നേരം സംസാരിച്ച് അങ്ങനെയൊക്കെ ചിലവഴിച്ച്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത സ്പോട്ടിലോട്ട് പോയി. എല്ലായിടത്തും പക്ഷേ ഈ മഞ്ഞ് കാരണം ഈ ഒരു കാഴ്ച തന്നെയാണുള്ളത്. കാറ്റടിക്കുമ്പോൾ കുറച്ച് മഞ്ഞൊന്ന് പോവും, പിന്നെയും അതുപോലെ തന്നെ മൂടൽമഞ്ഞ് വരും. ഇതാണ് അവിടുത്തെ കാഴ്ച. പിന്നെ ഇതുപോലെ നല്ല കുറച്ച് അടിപൊളി ഫ്രെയിമുകൾ ഉണ്ടായിരുന്നു. നേരത്തെ ബൈക്കിംഗ് ടീമിൻ്റെതും പിന്നെ അതുപോലെ ആളുകൾ ഈ മഞ്ഞിൽ നടന്നു പോകുന്നതൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചകളുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് കുറച്ച് ഫ്രണ്ടിലെത്തിയപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടിൽ നേരത്തെ കണ്ട ബൈക്ക് റാലിയുടെ ടീംസ് അവിടെ നിർത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നതും അതുപോലുള്ള ഒക്കെ ഉണ്ട്.
ഞങ്ങൾ ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോയി നോക്കി. അവിടെ വേറെയും കുറേ ഹട്ടുകൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, ആളുകൾക്ക് വന്നിരിക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ജസ്റ്റ് അവിടെയൊക്കെ ഒന്ന് കയറി ഫോട്ടോ ഒക്കെ എടുത്തു. ഇതവിടെയുള്ളൊരു വീട് പോലത്തെ ഒരു സെറ്റപ്പാണ്. ഇത് കടയോ അങ്ങനെ എന്തോ ആയിരുന്നു. ഇപ്പം എല്ലാം പൊളിഞ്ഞ് ആകെ നാശമായിട്ട് കിടക്കുന്ന ഒരു രീതിയിലാണ്. നല്ല കാറ്റും അതുപോലെ തന്നെ നേരിയ രീതിയിൽ മഴയും പിന്നെ മൂടൽമഞ്ഞൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേയൊക്കെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്തു. അപ്പോഴേക്ക് സമയം ഒരു 3:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ല വിശപ്പൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ്റുകയാണെങ്കിൽ കഴിച്ചിട്ട് തിരിച്ചിറങ്ങാം. പറ്റിയാൽ നമുക്ക് താഴെ മീൻമുട്ടി വാട്ടർഫാൾസൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പോയ അതേ സ്പോട്ടിലോട്ട് തിരിച്ചു പോവാന്ന്. ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴും അങ്ങോട്ടേക്ക് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ബസ് സ്റ്റോപ്പിലൊക്കെ ഫുൾ ആളുകളാണ്, അടുത്ത ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ അവിടെ കപ്പയും പൂരിയും ഒക്കെയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മളൊരു 4 കപ്പയും അതുപോലെ തന്നെ 4 പൂരിയും പറഞ്ഞു. നമ്മളെ ഐറ്റം വന്നു. അങ്ങനെ ഞങ്ങൾ പോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം കറികളൊക്കെ പല വിധമാണ്, ചിക്കനും അതുപോലെ തന്നെ കപ്പയ്ക്ക് ചമ്മന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അതൊക്കെ കഴിച്ചു. ഇനി നമ്മൾ തിരിച്ചിറങ്ങാം, കാരണം 5 മണി ആയാലും മീൻമുട്ടി അടക്കും. അപ്പോൾ അപ്പോഴേക്ക് നമുക്ക് താഴേക്കെത്താമെന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ ഞങ്ങൾ ബൈക്ക് എടുത്ത് തിരികെ പോരാണ്. അപ്പോഴും നല്ല മൂടൽമഞ്ഞുണ്ട്. സമയം 4 മണി ആ ഒരു സമയമാണ്. ഇവിടെ കയറിയാൽ പിന്നെ രാവിലെയാണോ ഉച്ചയാണോ വൈകുന്നേരമാണോ ഒന്നും മനസ്സിലാവാത്ത രീതിയിലുള്ള മഞ്ഞും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ. എല്ലാവരും കയറി വരുന്നുണ്ട് ഇനിയും. ഈ വലതുവശത്ത് കാണുന്നതാണ് പൊന്മുടി പോലീസ് സ്റ്റേഷൻ വരുന്നത്. പൊന്മുടിയുടെ പരിസരത്ത് ഇനിയും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് അതിനെല്ലാം പ്ലാൻ ചെയ്ത രീതിയിൽ വന്നതല്ല. ഇപ്പോൾ പെട്ടെന്നുണ്ടായൊരു സംസാരത്തിൻ്റെ പുറത്തുള്ള യാത്രയാണ്. അപ്പോൾ കാര്യമായിട്ടുള്ള സ്പോട്ടുകളൊന്നും എക്സ്പ്ലോർ ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് ഹിൽ ടോപ്പിൽ പോകാം, പിന്നെ തിരിച്ചിറങ്ങാം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ മീൻമുട്ടി കവർ ചെയ്യാം എന്നുള്ള പ്ലാനിലാണ് പെട്ടെന്ന് ഇറങ്ങുന്നത്. കുറച്ച് താഴേക്ക് വന്നപ്പോൾ പിന്നെ കോടമഞ്ഞൊക്കെ കുറഞ്ഞു തുടങ്ങി, കാഴ്ചകൾക്കൊക്കെ പിന്നെ തെളിച്ചം വന്ന്. അപ്പോഴും ഫ്രെയിമുകളൊക്കെ ഭയങ്കര അടിപൊളി ഫ്രെയിമുകളാണ്, ഒരു നേരിയ കോടമഞ്ഞിൻ്റെ ഇടയിലുള്ള യാത്രയൊക്കെ ആയിട്ട്. താഴേക്ക് എത്തും തോറും തെളിച്ചം കൂടി വന്നു. അപ്പുറത്തുള്ള മലനിരകളൊക്കെ നല്ലോണം കാണാനൊക്കെ തുടങ്ങി. അപ്പോഴും ആളുകൾ കയറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫോട്ടോ എടുക്കുന്നൊക്കെ കാഴ്ചകളൊക്കെ ഉണ്ട്. പത്തൊമ്പതാമത്തൊക്കെ ഹെയർ പിൻ എത്തിയപ്പോൾ നമുക്ക് നൈസായിട്ട് പണി കിട്ടി. നമ്മുടെ വണ്ടി പഞ്ചറായി.
അങ്ങനെ ഞായറാഴ്ചയാണ്, പഞ്ചർ ഷോപ്പൊന്നും ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. അപ്പം അന്വേഷിച്ചപ്പം ആനപ്പാറ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ചർ ഷോപ്പ് ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ആനപ്പാറ വരെ എത്തി, നമുക്കവിടെ പഞ്ചർ ഷോപ്പ് കിട്ടി. അങ്ങനെ നമ്മളവിടെ നിന്ന് കയറി പഞ്ചറൊക്കെ അടച്ചു. അപ്പം ഒരുപാട് സമയം അവിടെ ചിലവായി. അപ്പോൾ നമുക്ക് മീൻമുട്ടി കവർ ചെയ്യാൻ പറ്റിയില്ല, കാരണം 5:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പണിയൊക്കെ തീർന്നപ്പോൾ. അപ്പോൾ പിന്നെ നമുക്ക് തിരിച്ചു പോകാം, ഇനി പിന്നൊരു അവസരത്തിലാവാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഈ കാണുന്നതാണ് വിദൂരയിലുള്ള പെട്രോൾ പമ്പുകളൊക്കെ. ഇതൊക്കെയാണ് അവസാനത്തെ പെട്രോൾ പമ്പായിട്ട് വരുന്നത്. വേറെ പെട്രോൾ പമ്പുകളില്ല. പിന്നെ വൈകുന്നേരത്തെ നല്ല അടിപൊളിയായിട്ടുള്ള ആകാശവും അതുപോലെ തന്നെ അസ്തമയ സൂര്യനൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലോട്ട് പോന്നു. അപ്പോൾ ഏറെക്കുറെ ഇത്രയൊക്കെ ഉള്ളൂ. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.